ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാലത്ത് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കൂണ്, മഷ്റൂം. അപ്പോൾ നമുക്കിന്ന് മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് മഷ്റൂം റോസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ മഷ്റൂം നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണേ. ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാല, ഒരു സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1.5 സ്പൂൺ അരിപ്പൊടിയും 1 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമുക്ക് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് മിക്സായി ഒരു കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ മസാലകളും തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായി ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൂണ് അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. കൂൺ അതിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂണിലെല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല പിടിക്കും വിധം നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മഷ്റൂമിൽ മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്കിങ്ങനെ മഷ്റൂം ഓരോന്നായി ഇട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ വേറിട്ട് ഓരോന്നായി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ചെറു തീയിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം നന്നായി വെന്ത് വരുന്നുണ്ട്. എണ്ണയിൽ കിടന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മഷ്റൂം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മഷ്റൂം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മുടെ മഷ്റൂം ഇപ്പോൾ നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്കൊരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. ഒരു 4 തക്കാളി മിക്സിയിലിട്ട് നന്നായി അടിച്ച് നമുക്കതൊരു ജ്യൂസ് ആക്കി മാറ്റാം. വഴണ്ടി വരുന്ന സവാളയിലേക്ക് നമുക്കൊരു പൊടി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിപ്പോയി. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് കുഴമ്പ് രൂപത്തിലാവണമെങ്കിൽ ഇത്ര വെള്ളം ചേർത്താൽ മതി. അതിൽ കുറച്ചും കൂടി കറി രൂപത്തിലേക്ക് ആവണമെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടി ചേർക്കാം. ഞങ്ങൾ കുഴമ്പ് രൂപത്തിലേക്കാണ് ആക്കിയത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിത്തലയും കൂടി ഇട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, മസാല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഫ്രൈ നമുക്കതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മഷ്റൂം അതിലിട്ട ശേഷം മസാലകളെല്ലാം നന്നായി ഇളക്കി മറിച്ച് മഷ്റൂമിലേക്ക് സെറ്റാവും വിധം നന്നായി നമുക്ക് ഇളക്കി വയ്ക്കാം.
ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പി വയ്ക്കാം. ഇത് ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഈ മഷ്റൂം റോസ്റ്റ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.